ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെമീസ് കുക്കിംഗ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കണ നല്ലൊരു ഹൽവയായിട്ടാണ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഒരു പ്രാവശ്യം വീട്ടിലുണ്ടാക്കി നോക്കിയാൽ എന്തായാലും പിന്നെയും ഉണ്ടാക്കാൻ തോന്നും. അത്രക്കും ടേസ്റ്റാണിതിന്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഒരു കപ്പ് ഏകദേശം 140 ml വരുന്നതാണ്. ഇത് ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനൊക്കെ കുഴക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഒന്ന് നമുക്ക് ആയി കിട്ടണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെക്കണം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഈ മാവിനെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് ഇതിലേക്ക് നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഈ കൈ വെച്ചൊന്ന് കുഴച്ച് ചേർക്കണം. അപ്പോഴേ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പാലൊക്കെ ഒന്ന് ആ വെള്ളത്തിൽ അലിഞ്ഞ് വരുള്ളൂ. ഈ ഗോതമ്പ് പൊടിയിലുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. നമുക്കൊരു അരിപ്പയിലേക്ക് ഇത് മാറ്റി അരിച്ചെടുക്കാം. നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിൻ്റെ പാല് മാത്രമായിട്ട് കിട്ടും. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ നമുക്കിതിൻ്റെ വേസ്റ്റാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് ഒന്നുകൂടി ചെറിയ അരിപ്പയിൽ അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളതിൽ കട്ടകളൊന്നുമില്ല. ഇനി നമുക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 2-3 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കിതിൻ്റെ പാലൊക്കെ താഴത്ത് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലുള്ള ഈ വെള്ളം മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു പാലാണ്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് മധുരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് മതിയാവും നമുക്ക് ഈ ഒരു ഹൽവയിലേക്ക്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി ഷുഗർ സിറപ്പായിട്ട് നമുക്കെടുക്കാം. കുറച്ച് ഒരു യെല്ലോ കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അത് ഈ ഒരു കപ്പ് പാലാണ്. ആ ഒരു പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കായിട്ട് 2.5 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിന് പകരം തേങ്ങാപ്പാലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ കട്ട കെട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കി 1.5 കപ്പ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഒന്ന് കുറുക്കിയെടുക്കാൻ. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് കുറുകി കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇളക്കി നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ആണെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് ഉരുക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്കിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഏകദേശം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഏതെങ്കിലും നട്ട്സ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഹൽവക്ക്. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതുപോലെയുള്ളൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ ബദാം വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തോണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല യമ്മി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.